യമന്റെ തലസ്ഥാനമടക്കം സഖ്യസേനയുടെ കനത്ത വ്യോമാക്രമണം തുടരുന്നു. അതിനിടയിൽ ഇറാഖിൽ നിന്നുള്ള മിലീഷ്യൻസ് ഗ്രൂപ്പിന്റെ ഡ്രോൺ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദാനിയൽ അവി ഹൈം താൽ ദോറുമാണ് കൊല്ലപ്പെട്ട സൈനികർ. ഇവർ സേനയിൽ സർജന്റായി പ്രവർത്തിച്ച് സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു. ഏതായാലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആക്രമണമാണ് യമനിലെ സന എന്ന് പറയുന്ന യമനിൻ്റെ തലസ്ഥാനമാണ്. സനയിലും അതുപോലെ ഹൊദൈദ വിമാനത്താവളവും തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ അൽ ബൈദ പ്രവിശ്യയിൽ നടന്ന വലിയ ആക്രമണത്തിൽ 28ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. 15 കേന്ദ്രങ്ങളാണ് ശക്തമായ വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ ആക്രമണം നടന്ന വിവരം ഏതായാലും മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന US സേനയുടെ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ ആക്രമണമാണ് നടന്നതെന്ന് യമനിലെ പ്രദേശവാസികൾ പറയുന്നത്. വലിയ ആക്രമണം തന്നെയാണ് ഈ അൽ ബൈദ പ്രവിശ്യയിലും മറ്റും നടന്നത്. അമേരിക്ക ഇതിനെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ 1 വർഷമായി 100ഓളം കപ്പലുകളെ ആക്രമിച്ചിരുന്നു ഹൂത്തികൾ. അതിനൊരു തിരിച്ചടിയാണ് നൽകിയത്. 3ഓളം കപ്പലുകൾ ഹൂത്തി ഈ വിമതന്മാർ മുക്കിയിരുന്നു. ഇതിനൊക്കെ ഉള്ളൊരു തിരിച്ചടിയാണ്. ഇതിന് സംയുക്തമായി തന്നെ ഒരു തിരിച്ചടി നൽകേണ്ടത് അനിവാര്യമാണ്. എല്ലാ രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നുകൂടി കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞിരുന്നതിന് പിന്നാലെയാണ് വലിയ ആക്രമണം നടന്നിരിക്കുന്നത്. യമൻ യുദ്ധഭൂമിയായി അക്ഷരാർത്ഥത്തിൽ മാറിയിരിക്കുന്നു. അവരുടെ തലസ്ഥാന നഗരമടക്കം ഉള്ളിടത്ത് കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നു. 2 ഇടങ്ങളിലെ വ്യോമ താവളങ്ങളും തകർത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.